ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. ശങ്കര സ്തോത്ര തരംഗിണി പരിപാടിയിലെ 28ാം ദിനമാണെന്ന്. സൗന്ദര്യലഹരി വ്യാഖ്യാന ക്ലാസ്സാണിത്. ഇന്നേക്ക് 18ാം ദിവസമായി സൗന്ദര്യലഹരി വ്യാഖ്യാനം. നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ പലരും വരുന്നുണ്ട്, ദിവസവും കാണാനായിക്കൊണ്ട്. ഓരോരുത്തരും ഓരോ സമയത്ത് കയറി വരും. ആരംഭത്തിൽ ചിലപ്പോൾ എല്ലാവരും ഉണ്ടായില്ല എന്ന് വരും, പിന്നീട് എല്ലാവരും വരും. അപ്പോൾ ഓരോരുത്തരും വരുമ്പോൾ ഓരോരുത്തർക്കും നമസ്തേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലല്ല സാമിയുടെ പണി. അത് നടക്കില്ല. അല്ല, ചില രാവിലെ ഒരു വളരെ നിർബന്ധമായിട്ട് 2 പ്രാവശ്യമൊക്കെ ഒരാൾ എഴുതി കണ്ടു. അവർക്ക് ഈ സംസ്കാരം പിടികിട്ടിയിട്ടില്ല. ആധ്യാത്മിക സംസ്കാരം. ആധ്യാത്മിക ക്ലാസ്സുകളിൽ അങ്ങനെ ഓരോരുത്തരെയും എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യം ഇല്ല. എല്ലാവരെയും ബഹുമാനിക്കുന്നു. എല്ലാവരോടും ഒന്നിച്ച് നമസ്കാരം ആദ്യമേ പറയുന്നു. പിന്നെ വരുന്നവരോട് നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ക്ലാസ് നടക്കില്ല. അതിൻ്റെ ആ മൂഡ് പോകും. ഇതൊരു സിനിമാ സംഗീതത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചോദ്യോത്തര പങ്ക്തിയോ അതൊന്നുമല്ല. ഒരു മോണോലോഗാണ്, ഡയലോഗല്ല. വൺ സൈഡഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, സൗകര്യമുള്ളവർ കേട്ടാൽ മതി. എല്ലാവരും കേൾക്കണം എന്ന് തന്നെയാണ് ആശ. പക്ഷെ ആ സംസ്കാരമുള്ളവർക്കേ അത് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരെയും കാണുന്നുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരുടെയും പ്രൊഫൈൽ പിക്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഫീല് തന്നെ നമുക്കുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ള എനർജിയും. അത് നിങ്ങളെ കാണുന്നത് തന്നെയാണ് നമുക്കിവിടെ ആവേശമായിട്ട് പറയാൻ കഴിയുന്നത്.
നിങ്ങളുടെ ശ്രദ്ധ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് അവർക്ക് ഈ സംസ്കാരമൊന്നും ഉണ്ടാവില്ല, ആധ്യാത്മിക ക്ലാസ്സുകളിലൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ പങ്കെടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പല കമൻറ്റുകളൊക്കെ അവർ പറയും. അതൊന്നും നമ്മൾ എല്ലാറ്റിനും മറുപടി കൊടുക്കാനും സാധ്യമല്ല. ഇത് നമ്മൾ പർട്ടിക്കുലർ ക്ലാസ്സാണ്. സൗന്ദര്യലഹരി വ്യാഖ്യാനമാണ്, അതുപോലെ ശങ്കര സ്തുതികളുടെ പരിചയപ്പെടുത്തലാണ്. ഇനി നിങ്ങൾക്ക് വല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാം. അത് ഞാൻ പിന്നീട് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ അതിനുള്ള ഉത്തരം തരും. ഇതിലുള്ള ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന ഉത്തരമാണ്, അല്ലെങ്കിൽ ഇവിടെ പ്രസക്തമായിട്ടുള്ള പറയേണ്ട കാര്യമാണെന്ന് തോന്നിയാൽ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ ഓരോരുത്തർക്കും ചോദ്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യാം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാമെന്ന് ഗ്യാരണ്ടിയും ഇല്ല. നമുക്ക് ഉചിതം എന്ന് തോന്നുന്നതിന് മാത്രം ആ ഒരു അവകാശം നമ്മളിൽ നിക്ഷിപ്തമാണ്. ഇപ്പം നമുക്ക് സൗന്ദര്യലഹരി വ്യാഖ്യാനം ക്ലാസ് തുടരാം. ഇന്നലെ 44 ശ്ലോകം വരെ വായിച്ച് നിർത്തി, 43 ശ്ലോകം വരെ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ 1 ശ്ലോകം വായിച്ചിട്ട് നമുക്ക് 42, 43, 44 ശ്ലോകങ്ങൾ വായിക്കാം. എന്നിട്ട് വ്യാഖ്യാനം തുടരാം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. 41 ശ്ലോകം. 42 ശ്ലോകം. ഗദൈർമാണിക്യത്വം ഗഗനമണിഭിഃ സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഃ സനീടേ യച്ഛായാച്ചുരണശബളം ചന്ദ്രശകലം ധനുഃശൗനാസീരം കിമിതി ന നിബധ്നാതി ദിഷണാം ധുനോദുദ്വാന്തം നഃ തുളിതദളിതേന്ദീവരവനം ഗണസ്നിഗ്ധശ്ലക്ഷ്ണം ചികുരനികുറുംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിൻ മന്യേ വലമദനവാടി വിടപിനാം തനോദുക്ഷേമം നഃ തവ വദന സൗന്ദര്യലഹരീ പരിവാഹ സ്രോത സരണിരിവ സീമന്ത സരണിഃ വഹന്തി സിന്ദൂരം പ്രബല കബരീഭാരതിമിരദ്വിഷാം വൃന്ദൈർ വന്ദീകൃതമിവ നവീനാർക്ക കിരണം. ഹരി ഓം. ഇപ്പൊ നമ്മള് സൗന്ദര്യലഹരിയിലേക്ക് പ്രവേശിച്ചിരിക്കണം. എന്ന് വെച്ചാൽ സൗന്ദര്യലഹരി എന്ന 100 ശ്ലോകങ്ങളുള്ളതായിട്ടുള്ള ദേവീ സ്തുതിപരമായിട്ടുള്ള ഈ സ്തോത്ര കൃതിയിലെ ആദ്യ 41 ശ്ലോകങ്ങൾ ആനന്ദലഹരി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നും അതിൻ്റെ തത്വങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കണ്ടു. അതിൽ അതിൻ്റെ രചനയെക്കുറിച്ചും ഉള്ളതായിട്ടുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു.
കൈലാസത്തിൽ വെച്ച് മഹാദേവനാൽ രചിക്കപ്പെട്ട് ശങ്കരാചാര്യർക്ക് ആ ഗ്രന്ഥം കൊടുത്തതായിട്ടുള്ള സമയത്ത് നന്ദികേശ്വരൻ അത് തട്ടിപ്പറിച്ചതും ആ പിടിയും വലിയായതും കുറേ ഭാഗം നന്ദികേശ്വരൻ അത് ഭക്ഷിച്ചു ഗ്രന്ഥത്തിൻ്റെ ഓലകൾ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഓലകൾ മാത്രം ശങ്കരാചാര്യർക്ക് കിട്ടി. അതിനെയാണ് 41 ശ്ലോകങ്ങളായിട്ട് ആദ്യ ഭാഗവും ബാക്കി ഭാഗം 42 മുതൽ 100 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ ശങ്കരാചാര്യ എഴുതി ചേർത്തു എന്നുള്ളതുമായിട്ടുള്ള സങ്കല്പം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 41 ശ്ലോകങ്ങളിൽ കൂടുതൽ താന്ത്രിക, മാന്ത്രിക, യാന്ത്രിക വിന്യാസങ്ങളെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. കൂടുതൽ ഗഹനങ്ങളായിട്ടുള്ള ഭാഗങ്ങളായിരുന്നു. തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം, യന്ത്രശാസ്ത്രം, അല്ലേ? ശ്രീചക്രം എന്നുള്ളതായിട്ടുള്ള യന്ത്രത്തെക്കുറിച്ച് വർണ്ണിച്ചു. ശ്രീവിദ്യാ മന്ത്രത്തെക്കുറിച്ച് അതിൽ വളരെ ചർച്ച ചെയ്തു. അതുപോലെ കുണ്ടലിനി ഉപാസന മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, കുണ്ടലിനി യോഗത്തെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തു. അപ്പം അങ്ങനെ താന്ത്രികം, മാന്ത്രികം, യാന്ത്രികം എന്നുള്ള കാര്യങ്ങളെ കൊണ്ട് ഗഹനമായിരുന്ന 41 ശ്ലോകങ്ങൾ ആനന്ദലഹരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ 42ാമത്തെ ശ്ലോകം മുതൽക്ക് ദേവിയുടെ കേശാദിപാദ സൗന്ദര്യ വർണ്ണന, അതാണ് യഥാർത്ഥ സൗന്ദര്യ ലഹരി. അപ്പം അതിൽ 42ാമത്തെ ശ്ലോകത്തില് ദേവിയുടെ ഹൈമം കിരീടം, സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന ആ കിരീടത്തെക്കുറിച്ച് വർണ്ണിച്ചു. അല്ലയോ ഹിമഗിരിസുതേ എന്ന് സംബോധന ചെയ്തു. അല്ലയോ പാർവതീദേവി, ഹിമവാന്റെ പുത്രിയായിരിക്കുന്നവളെ, ദേവിയുടെ കിരീടത്തില് ഗഗനമണികൾ, ഗഗനമണിഭിഹി മാണിക്യത്വം ഗതൈഹി. ഗഗനമണികൾ എന്നാൽ ആകാശത്തിലെ രത്നങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യാദി നക്ഷത്രങ്ങളൊക്കെ മാണിക്യങ്ങളായി ഭവിച്ചിരിക്കുകയാണ് ദേവിയുടെ കിരീടത്തില്. അങ്ങനെ ആ മാണിക്യങ്ങളായിട്ട് സാന്ദ്രഘടിതം തേ ഹൈമം കിരീടം, സാന്ദ്രങ്ങളായി ഇടതിങ്ങി ചേർത്ത് ഘടിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള, അപ്പൊ മുഴുവൻ രത്നമയമായിരിക്കുന്ന ഒരു കിരീടത്തെയാണ് ഇവിടെ കാണുന്നത്. അതിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ് ദേവിയുടെ കിരീടത്തിലെ രത്നങ്ങളായി ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ കിരീടത്തെ യഹ കീർത്തയതി സഹ, അവൻ നീടേയ ഛായാ ചുരണശബളം ചന്ദ്രശകലം ശൗനാസീരം ധനുഹു ഇതി ദിഷണാം കിംന നിബദ്ധനാദി. ആ കിരീടത്തിൽ പതിച്ചിരിക്കുന്നതായിട്ടുള്ള ചന്ദ്രശകലം, ദേവിയുടെ ശിരസിലെ കിരീടത്തില് മകുടത്തില് ചന്ദ്രക്കലയുണ്ട്, അല്ലെ? അഷ്ടമി ചന്ദ്ര വിഭ്രാജ തളികസ്ഥല ശോഭിത എന്ന നാമത്തിലും കാണാം, ധ്യാന ശ്ലോകത്തിലും കാണും. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിണയനാം മാണിക്യ മൗലി സ്ഫുര താരാനായക ശേഖരാം. താരാനായക ശേഖര ആണ് മാണിക്യ മൗലിയിൽ സ്ഫുരിക്കുന്ന താരാനായകനോട് കൂടിയവൾ, താരാനായകൻ ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രശകലത്തെ ദേവിയുടെ കിരീടത്തിൽ പതിച്ചതായിട്ടുള്ള രത്നങ്ങളുടെ കാന്തി അതിൽ വെട്ടിത്തിളങ്ങിയിട്ട് അതൊരു ഇന്ദ്രധനുസ് പോലെ തോന്നും. അപ്പൊ ചന്ദ്രക്കലയെ ഇന്ദ്രധനുസ്സിനോട് ഉപമിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാലോ മഴവില്ലിനോട്. അതൊരു മഴവില്ലുമായിട്ട് സാദൃശ്യം വരാനുള്ള കാരണം ദേവിയുടെ കിരീടത്തിലെ രത്നങ്ങളുടെ ആ പ്രകാശം അതിൽ തിളങ്ങുന്നതുകൊണ്ട്. അപ്പൊ പല വർണ്ണത്തിലുള്ള രത്നങ്ങൾ ഈ ഇന്ദ്രധനുസ്സിൻ്റെതായിട്ടുള്ള സപ്തവർണ്ണങ്ങളെ ഇതിൽ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ മലന്ന് കിടക്കുന്നതായിട്ടൊരു ഇന്ദ്രധനുസ് പോലെ ദേവിയുടെ കിരീടത്തിലുള്ളതായിട്ടുള്ള ചന്ദ്രക്കലയെ ഏതെങ്കിലും ഒരു കവി ഉപമിച്ചാൽ അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അയാളുടെ ബുദ്ധിയിൽ അങ്ങനെ തോന്നിയാൽ കുഴപ്പമുണ്ടോ എന്നാ ചോദിക്കണം. അങ്ങനെ ശൗനാസീനം ധനുഹു എന്ന് പറഞ്ഞു. ശുനാസീരൻ എന്നത് ഇന്ദ്രന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ ധനുസ് എന്നുള്ള ദിഷണയെ, ആ ബുദ്ധിയെ കിംന നിബദ്ധനാദി ഉണ്ടാക്കുകയില്ലേ, ഉണ്ടാക്കും എന്ന് തന്നെ അർത്ഥം. അത് ഇന്ദ്രധനുസ്സാണോ എന്നുള്ള ശങ്ക വർണ്ണിക്കുന്നതായിട്ടുള്ള കവിയിൽ ജനിപ്പിച്ചു പോകും. അപ്പോൾ തൻ്റെ ഭാവനയിൽ കാണുന്നതായിട്ടുള്ള ആ ശങ്കരാചാര്യരും അങ്ങനെ, അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക, തേജോമയമായിട്ട് ലൈവായിട്ടാണ് ദേവിയെ ശങ്കരാചാര്യർ തൻ്റെ ഉള്ളിൽ കാണുന്നത് എന്നർത്ഥം. നമ്മൾ കാണുന്ന ശിവകാശി കലണ്ടർ കാണുന്ന പോലെ അല്ല ശങ്കരാചാര്യർ കാണുന്നത്.
അല്ലെ? നമ്മുടെ മുമ്പിലൊക്കെ ധാരാളം ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. കലണ്ടറുകളും ഫ്ലക്സുകളും ഒക്കെ ഉണ്ട്, ഫോട്ടോകളൊക്കെ ഉണ്ട്. അതിലൊക്കെ 2 ഡൈമെൻഷണൽ ആയിട്ടുള്ള ഒരു ചിത്രം മാത്രമാണത്. അതിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു ഭാവം നമ്മൾ കാണുന്നില്ല. അതിന് പരിമിതിയുണ്ട്. എന്നാൽ ആചാര്യ ഭഗവത്പാദരുടെ ഉള്ളില് അദ്ദേഹം ധ്യാനത്തിലാണ് കാണാം. അന്ന് ശിവകാശിയൊന്നും ഉണ്ടായിട്ടില്ല, കലണ്ടറുകളൊന്നും അടിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇതുപോലെ ഇഷ്ടംപോലെ ചിത്രങ്ങളൊന്നും കാണാൻ കിട്ടില്ല. അപ്പൊ ധ്യാന ശ്ലോകങ്ങളാണ് അവരുടെ ഉള്ളില് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപത്തെ തെളിയിക്കുന്നത്. അപ്പൊ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭാവനയുള്ളവരായിരുന്നു ആ മഹാത്മാക്കള്. അവരുടെ ഉള്ളിൽ അവർ ലൈവ്ലി ആയിട്ടാണ് ആ ദേവിയെ കാണുന്നത്. ആ കണ്ടതിനെ അവരുടെ വാക്കുകളെ കൊണ്ട് നമുക്ക് പകർന്നു തന്നു. വാങ്മയ ചിത്രങ്ങൾ നമുക്ക് വരച്ചു തരികയാണ്. അവരുള്ളിൽ കാണുന്ന രൂപത്തെ അവർ വാക്കുകളെ കൊണ്ട് നമുക്ക് വർണ്ണിച്ചു തരണം. അപ്പൊ നമ്മളും അവരെ പോലെ ആ ഒരു തലത്തിലേക്ക് ഉയർന്നാലേ, നമ്മുടെ ഭാവന ഉയർന്നാൽ മാത്രമേ അവർ കാണുന്ന കാഴ്ച നമുക്കും ഒപ്പം കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ശിവകാശി കലണ്ടറാണ് ഇരിക്കണതെങ്കിൽ നമുക്ക് അവരുടെ കാഴ്ച ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പരിമിതമായിട്ടുള്ള കാഴ്ച കൊണ്ട് അവരുടെ കാഴ്ച വികലമാണെന്ന് ചിലപ്പോൾ ധരിച്ചു പോകും. വാസ്തവത്തിൽ അവരുടെ കാഴ്ചയാണ് സകലം, പൂർണ്ണം. ശരിയായ കാഴ്ച അവർക്കാണുള്ളത്, അവരുടെ അകക്കണ്ണുകൊണ്ട് അവർ കാണുന്ന കാഴ്ച. അപ്പൊ അവരുടെ കാഴ്ചയിലേക്ക് നമ്മളും ഉയരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താ പറയുക, ദേവിയുടെ കിരീടത്തിലെ ആ നക്ഷത്രങ്ങളാകുന്ന രത്നങ്ങൾ നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് ഭാവന ചെയ്യുക. അതിൻ്റെ പ്രകാശകിരണങ്ങൾ ആ ചന്ദ്രശകലത്തിലേക്ക് പ്രതിഫലിച്ച് ആ ചന്ദ്രനെ ഒരു മഴവില്ല് പോലെ വർണ്ണരാജികളെ കൊണ്ട് നിറച്ചിരിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക. അല്ലാതെ ഒരു വെള്ള നിറത്തിലൊരു പെയിന്റ് അടിച്ചു വെച്ച ഒരു സാധനമായിട്ടല്ല ചന്ദ്രനെ കാണേണ്ടത്. അങ്ങനെ പ്രകാശപൂർണമായ സപ്തവർണ്ണങ്ങളോടുകൂടിയ ഒരു ഇന്ദ്രധനുസിനെ പോലെ ചന്ദ്രശകലം കാണുന്നു ഈ കവി ശങ്കരാചാര്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ധ്യാനത്തിന്റെ ഒരു തലം എത്ര ഉയർന്ന തലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞ് 43-ാമത്തെ ശ്ലോകത്തില് ദേവിയുടെ കേശഭാരത്തെ തവ ചിഗുര നികുരുംബം നഹദ്വാന്തം ദുനോദു എന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ ആ കറുത്ത മൃദുവായിരിക്കുന്നതായിട്ടുള്ള എണ്ണമയമായിരിക്കുന്നതായിട്ടുള്ള അമ്മയുടെ തലമുടിക്കെട്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ ദ്വാന്തം ദുനോദു നശിപ്പിച്ചു തരട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോ വികസിച്ചിരിക്കുന്ന നീലത്താമരകളുടെ കൂട്ടത്തിന് തുല്യമായിട്ട് തുലിത ദളിത ഇന്ദീവരവനം ഘനസ്നിഗ്ധശ്ലക്ഷ്ണം തവ ചിഗുര നികുരുംബം നഹദ്വാന്തം ദുനോദു യദീയം സഹജം സൗരഭ്യമുപലബ്ധും. ഏതൊന്നിന്റെ സഹജമായ സൗരഭ്യത്തെ ലഭിക്കുവാനായിക്കൊണ്ട്. അപ്പൊ ദേവിയുടെ ആ ശിരോ ഭാരത്തില്, കേശഭാരത്തില് അതിന് നൈസർഗികമായിട്ടുള്ള സുഗന്ധമുണ്ട്. അതിന് പൂക്കളോ സെന്റിന്റെയോ ഹെയർ ഓയിലിന്റെയോ ആവശ്യമില്ലാതെ നൈസർഗികമായിട്ടുള്ള സുഗന്ധമുണ്ട്. ആ സുഗന്ധത്തെ പകർന്നെടുക്കാനായി, അത് നുകരാനായി കൊണ്ടാണ് അസ്മിൻ വലമദന വാടി വിടപിനാം സുമനസഹ വസന്തീതി മന്യേ. ആ ദേവിയുടെ ശിരസിൽ വലമദനന്റെ വാടിയിലെ വിടഭികളിലെ സുമനസ്സുകൾ എന്ന് പറഞ്ഞാൽ വലമദനൻ ബലാരി എന്നറിയപ്പെടുന്ന ഇന്ദ്രൻ, ബലനെ അല്ലെങ്കിൽ വലനെ മധിച്ചവൻ ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ വാടി, ഉദ്യാനം, ഉപവനം, നന്ദനവനം. ആ നന്ദനവനത്തിലെ വൃക്ഷങ്ങൾ, അതാണ് വിടഭികൾ. അപ്പൊ പാരിജാതാദി വൃക്ഷങ്ങളിലെ സുമനസ്സുകൾ അഥവാ പുഷ്പങ്ങൾ, അത് വസിക്കുന്നു ദേവിയുടെ ശിരസ്സിൽ. അപ്പൊ ഏറ്റവും സ്വർഗത്തിലെ പുഷ്പങ്ങളാണ് ദേവിയുടെ ശിരസ്സിൽ വസിക്കുന്നതെങ്കിലും ആ പുഷ്പങ്ങളാൽ ദേവിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുകയല്ല. വാസ്തവത്തിൽ ദേവി വിശേഷിക്കപ്പെടുകയല്ല. ആ പുഷ്പങ്ങളുടെ സൗരഭ്യമോ ആ പുഷ്പങ്ങളുടെ സൗന്ദര്യമോ ദേവിക്ക് സൗന്ദര്യത്തിന്റെ മാറ്റ് കൂട്ടുകയല്ല. ഈ പുഷ്പങ്ങളാണ് ദേവിയുടെ ശിരസിൽ നിന്ന് സൗരഭ്യം ആഗിരണം ചെയ്യുന്നു. ദേവിയുടെ ശിരസിൽ ഇരുന്നു കൊണ്ട് അവ കൂടുതൽ സുന്ദരങ്ങളാകുന്നു. അപ്പോ സർവമംഗള മാംഗല്യയായ ആ ദേവിയുടെ സാമീപ്യം കൊണ്ടാണ് ഈ സുര ലോകത്തിലെ വിടഭികളിലെ സുമനസ്സുകൾ പോലും സൗരഭ്യത്തെ ആഗിരണം ചെയ്യുന്നതും സൗന്ദര്യമുള്ളതായി ഭവിക്കുന്നതും എന്ന് പറയണം. അപ്പോ
ലളിതാ സഹസ്രനാമത്തിൽ ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസത്കച എന്ന് പറഞ്ഞതിനെ അങ്ങനെ പറഞ്ഞത് പോരാ എന്നാണ് ഇവിടെ ശങ്കരാചാര്യ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. വാസ്തവത്തിൽ ദേവിയുടെ കചം ലസിക്കുന്നു എന്ന് വശിന്യാദി വാഗ്ദേവതകൾ പറഞ്ഞു. വാസ്തവത്തിൽ കചമാണോ ലസിക്കുന്നത്? പൂക്കളല്ലേ ലസിക്കുന്നത്? ദേവിയുടെ കചത്തിൽ ഇരുന്നു കൊണ്ട് എന്ന് നല്ലോണം ഒന്ന് ആഴത്തിൽ നോക്കൂ എന്ന് നമ്മളോട് നമ്മുടെ കണ്ണടച്ച് ഉള്ളിൽ ധ്യാനിച്ച് ഈ ഒരു ഭാവത്തെ കാണാനായിക്കൊണ്ട് പ്രേരിപ്പിക്കുകയാണ് ആചാര്യ ഭഗവത്പാദർ. ശരിക്കും നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ ഭാവമൊക്കെ അപ്പൊ ശരിക്കും നമ്മുടെ മൂക്കിൽ സുഗന്ധം അടിക്കും. ആരുടെ സുഗന്ധം? ദേവിയുടെ ആ കേശഭാരത്തിന്റെ നൈസർഗികമായിട്ടുള്ള സുഗന്ധം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാവും ആ ധ്യാനത്തിന്റെ മൂർധന്യത്തില്. അതൊക്കെ പല മഹാത്മാക്കൾക്കും അനുഭവമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ശങ്കരാചാര്യൻ ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകം നമ്മൾ വായിച്ചു, 44. എന്തിനെയാണ് വർണ്ണിക്കുന്നത്? ദേവിയുടെ സീമന്ത സരണിഹി. രണ്ടാമത്തെ വരിയിൽ പറയേണ്ടത് സീമന്ത സരണി. ഏതാണ് സീമന്ത സരണി? സീമന്ത രേഖ. നെറ്റിയിൽ നിന്ന് തലമുടിയെ രണ്ടായി പിരിച്ച് മുകളിലേക്ക് പോകുന്നതായിട്ടുള്ള നേർരേഖയാണ് സീമന്തരേഖ എന്ന് പറയുന്ന സീമന്ത സരണി. അപ്പൊ അതിനെയാണ് വർണ്ണിക്കുന്നത്. അമ്മയുടെ സീമന്തരേഖ നഹ ക്ഷേമം തനോതു എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ. നഹ അസ്മാകം, ഞങ്ങൾക്ക് ക്ഷേമം തനോതു, ക്ഷേമത്തെ വിസ്തരിക്കട്ടെ, ക്ഷേമത്തെ നൽകട്ടെ എന്നർത്ഥം. അപ്പൊ ആ സീമന്ത രേഖയെ ധ്യാനിക്കുന്നവർക്കൊക്കെ മംഗളമുണ്ടാകട്ടെ, ക്ഷേമമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ സീമന്തരേഖ സുമംഗലികളായിട്ടുള്ള സ്ത്രീകളുടെ ഒരു ഐശ്വര്യ ലക്ഷണമാണ് അല്ലേ? വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അവർ ഗർഭിണികളാവുമ്പോഴാണ് ഈ സീമന്തരേഖ പകുക്കുക. ഗർഭാധാന സംസ്കാരം കഴിഞ്ഞ് പിന്നീട് ആ ഗർഭം 7 മാസമൊക്കെ പ്രായമാകുമ്പോഴാണ് പുംസവനം, സീമന്തോന്നയനം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള സംസ്കാര കർമ്മങ്ങൾ ചെയ്യുക. ഓരോ ദേശത്ത് അതിന് ഓരോന്ന് പറയും. സീമന്തം എന്ന് പറയും, സീമന്തോന്നയനം എന്നാണ് സംസ്കൃതത്തിൽ അതിൻ്റെ ശരിക്കുള്ള വാക്ക്. സീമന്ത ഉന്നയനം, സീമന്തരേഖയെ മുകളിലേക്ക് നയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മുടിയെ 2 ഭാഗത്തേക്കും പകുത്ത് സീമന്ത ഉന്നയനം ചെയ്യുക, സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുക. വളൈകാപ്പ് എന്നൊക്കെയുള്ള ചടങ്ങും അതിനോടനുബന്ധിച്ച് നടത്തും. ഒരു ദീക്ഷ സ്വീകരിക്കലാണത്. ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ഭർത്താവും ചേർന്ന്, ഭാര്യയുമായി ചേർന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. നമ്മൾ 2 പേരും ചേർന്ന് ഈ ഗർഭം വഹിക്കുന്നു. ഈ ഗർഭത്തിലിരിക്കുന്ന ഉണ്ണിയെ നമ്മൾ 2 പേരും ചേർന്ന് ഒരുപോലെ സംരക്ഷിക്കും. ആ ഭർത്താവ് ഭാര്യയോട് പറയണം, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല ഈ ഗർഭഭാരം ചുമക്കുന്നത്, ഞാനും നിന്നോടുകൂടെ ഈ ഗർഭം വഹിക്കാനുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങുകളൊക്കെ അതിനോടനുബന്ധിച്ചുണ്ട്. അതിന്റെ മന്ത്രങ്ങളൊക്കെ അതിലുണ്ട്. അപ്പൊ ഇതൊരു ഒറ്റയ്ക്ക് ചുമക്കുന്ന ഒരു ഭാരമല്ല ഗർഭഭാരം, ദമ്പതികളായിട്ട് ചുമക്കേണ്ട ഭാരമാണ്. അപ്പോൾ ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് ആ ഒരു ഒറ്റപ്പെടല്, ഞാൻ മാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളതായിട്ടുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയോട് ഒരു തരത്തിലുള്ളതായിട്ടുള്ള അവജ്ഞയോ, എന്തിനാ ഞാൻ ഈ ഭാരം ചുമക്കുന്നത്, വേണ്ടിക്കിടന്നില്ല എന്നുള്ളതായിട്ടുള്ള ചിന്തയോ ഒന്നും ഒരു ഗർഭിണിക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ചടങ്ങുകളാണ് ഇതെല്ലാം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ആ സ്ത്രീക്ക്, ഗർഭം ചുമക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീക്ക് നമ്മുടെ സംസ്കാരത്തിൽ കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് ആ സമയത്താണ് ഈ സീമന്ത ഉന്നയനം എന്നുള്ളതായിട്ടുള്ള ചടങ്ങ് നടത്തുക. അപ്പൊ സുമംഗലിയുടെ നല്ലൊരു അമ്മയാവാൻ പോകുന്നതിൻ്റെ നല്ല പുഷ്പിണിയായിട്ടുള്ള യോഗ്യയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നൊക്കെ തെളിയിച്ച ദിവസമാണത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലക്ഷണം. അപ്പൊ ഈ ജഗത്തിന്റെ മാതാവായിരിക്കുന്ന ആ ദേവിക്കും, മഹാദേവന്റെ പത്നിയായി പ്രപഞ്ചത്തിന്റെ മുഴുവൻ അമ്മയായിരിക്കുന്ന ദേവിക്കും ആ സീമന്ത രേഖയുണ്ട്. അപ്പൊ ആ സീമന്ത രേഖയിൽ ആദ്യം നടുവിലായിട്ടൊരു നല്ല കുങ്കുമം ചാർത്തും. പിന്നെ അതിന്റെ രേഖ മുകളിലേക്ക് പോകും തോറും നേർത്ത് പോകും. അപ്പൊ അവിടെയൊക്കെ കുങ്കുമം വെതറിയിട്ടുണ്ടാവും. അങ്ങനെ ആ അരുണിമ മുകളിലേക്ക് പടർന്നു കിടക്കുന്നുണ്ട്. അതിനെയാണ് ഇവിടെ സീമന്ത സരണി എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നോക്കാം നമുക്ക്.
തനോതു ക്ഷേമം നഃ തവ വദന സൗന്ദര്യ ലഹരി പരിവാഹ സ്രോതസ്സരണിരിവ സീമന്ത സരണി. ഇപ്പോ എന്താണ് ഇവിടെ? തവ വദന സൗന്ദര്യ ലഹരി പരിവാഹ സ്രോതസ്സരണിരിവ. ദേവിയുടെ വദന സൗന്ദര്യം, വദനം മുഖം, ആ മുഖത്തിന്റെ സൗന്ദര്യ ലഹരി പരിവാഹം. ലഹരി എന്ന് പറഞ്ഞാൽ അതിന്റെ തിര തള്ളുകയാണ്, ലഹരി തിരയാണ്. അതിന്റെ പരിവാഹം, പ്രവാഹം, അത് തിര തള്ളി അത് പ്രവഹിച്ച് അതിന്റെ സ്രോതസ് സരണിരിവ, അതിന്റെ സ്രോതസ്സിന്റെ സരണി മാർഗം, ഒഴുകുന്ന മാർഗം പോലെ. അപ്പൊ ദേവിയുടെ വദന സൗന്ദര്യം നിറഞ്ഞ് കവിഞ്ഞിട്ട് അത് ഒരു കരയെ അങ്ങോട്ട് പൊട്ടിച്ചു, ഒരു വരമ്പ് പൊട്ടിച്ച് മുകളിൽ വേറൊരു ചാലുണ്ടാക്കി ഒഴുകുന്നത് പോലെ എന്നാണ്. നമ്മളൊരു എന്താ പറയുക, ഒരു പാടത്തോ കുളത്തിലോ ഒക്കെ വെള്ളം നിറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം നിറഞ്ഞ് കവിയുമ്പോൾ, വെള്ളം വല്ലാതെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വരമ്പൊക്കെ പൊട്ടിയിട്ട് ഒരു ഭാഗത്ത് കൂടെ അങ്ങോട്ട് ഒലിക്കും അല്ലെ? അങ്ങനെ നിറഞ്ഞു കവിയുന്ന പോലെ ഇവിടെ ഒരു വരമ്പ് പൊട്ടി, ഈ സീമന്ത രേഖയായിട്ട് അത് പൊട്ടി ഒരു കനാലായിട്ട് മുകളിലേക്ക് ഒഴുകണം. ഇത് ഇവിടെ നിറഞ്ഞു കിടക്കുന്നതായിട്ട് സൗന്ദര്യ പ്രവാഹം. ഇവിടെ അലയടിച്ച് അത് തിങ്ങി നിറഞ്ഞ് മുകളിലേക്ക് ഒഴുകുകയാണ് എന്നാ പറയണത്. വദന സൗന്ദര്യ ലഹരി പരീവാഹ സ്രോതസ്സരണിരിവ. അതുപോലെ തോന്നുന്ന അമ്മയുടെ സീമന്ത സരണിഹി, സീമന്ത സരണി ഏതുപോലെ തോന്നുന്നു? വഹന്തി സിന്ദൂരം പ്രബല കബരീഭാര തിമിര ദ്വിഷാം ബൃന്ദൈർ ബന്ധീകൃതമിവ നവീനാർക്ക കിരണം. ഒരു നല്ലൊരു ഉപമ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? സിന്ദൂരം വഹന്തി, ഇത് സിന്ദൂരത്തെ വഹിക്കേണ്ട ഈ സീമന്ത രേഖ. അങ്ങനെ സിന്ദൂരത്തെ വഹിച്ച് ചുവന്നിരിക്കുന്നതായിട്ടുള്ള ആ രേഖയെ കാണുമ്പോൾ ഏതുപോലെ തോന്നുന്നു? പ്രബല കബരീഭാര തിമിരദ്വിഷാമൃന്ദൈർ ബന്ധീകൃതം നവീനാർക്ക കിരണം ഇവ. നവീന അർക്കകിരണം എന്ന് പറഞ്ഞാലോ, നവീന അർക്കൻ എന്ന് പറഞ്ഞാൽ ഉദയ സൂര്യൻ, അരുണ കിരണങ്ങളുള്ള ചുവന്ന സൂര്യൻ. അപ്പൊ ഇവിടെ നെറ്റിയിലുള്ളതായിട്ടുള്ള ഈ ആദ്യത്തെ ഈ സീമന്തരേഖയുടെ ആരംഭത്തിൽ വെച്ചതായിട്ടുള്ള തിലകം, അത് ചുവന്നത് ഉദയസൂര്യനോട് ഉപമിച്ചിട്ട് ആ ഉദയസൂര്യന്റെ കിരണം, നവീന അർക്കകിരണം മുകളിലേക്ക് പോണു. അതിനെ ബന്ധീകൃതം എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥിലാക്കിയിരിക്കുകയാണ്. ആരാണ്? ശത്രുക്കള്, രണ്ട് ഭാഗത്തു നിന്നും. ഏതാ ശത്രുക്കള്? പ്രബല കബരീഭാര തിമിര ദ്വിഷാമൃന്ദൈഹി. പ്രബലമായിരിക്കുന്ന കബരീഭാരം, കബരീഭാരം എന്നാൽ തലമുടി കെട്ട് തന്നെയാണ്, കേശഭാരം തന്നെയാണ് കബരീഭാരം. അത് തിമിരമായിട്ട്, ഇരുട്ടായിട്ട്. ഇരുട്ട് സൂര്യന്റെ ശത്രുവാണ് അല്ലെ? സൂര്യൻ ഇരുട്ടിന്റെയും ശത്രുവാണ്. ഇവർ തമ്മിൽ എപ്പോഴും മത്സരമാണ്. പക്ഷെ സൂര്യൻ വന്നു കഴിഞ്ഞാല് ഇരുട്ടിന് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അരുണോദയ സമയത്ത് ഇരുട്ട് ഒന്നുകൂടെ മത്സരിച്ച് നോക്കും അല്ലെ? പ്രഭാതകാലത്ത് അരുണോദയ സമയത്ത് ഇരുട്ട് മുഴുവനായിട്ട് മാറാൻ തയ്യാറാവില്ല, മത്സരിച്ച് നിൽക്കും. ആ ഇരുട്ടും അരുണനും തമ്മിലുള്ള ഒരു മത്സരമുണ്ട് കുറെ നേരത്തേക്ക്. അത് കഴിഞ്ഞ് സൂര്യൻ മുഴുവനായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇരുട്ട് തോറ്റോടുക. അപ്പൊ അതുപോലെ ഇവിടെ അരുണകിരണങ്ങളോട് മത്സരിക്കുകയാണ് ഈ ഇരുട്ട്. ഏതിരുട്ട്? രണ്ട് ഭാഗത്തുള്ളതായിട്ടുള്ള കേശഭാരമാകുന്ന ഇരുട്ട്. അതാണ് പ്രബലമായിരിക്കുന്ന. അപ്പൊ ദേവിയുടെ മുടിക്കെട്ട് നല്ല പ്രബലവുമാണ് അല്ലെ? നല്ല ബലമുള്ളതാണ്, തിക്കായിട്ടുള്ളതാണ് എന്നർത്ഥം. അപ്പൊ ശത്രുക്കൾ പ്രബലന്മാരാണ്. രണ്ടു ഭാഗത്തുള്ള തലമുടികള് പ്രബലന്മാരായിട്ടുള്ള ശത്രുക്കളാണ്. തിമിരദ്വിഷാം ബൃന്ദൈഹി, ആ ദേശികളുടെ ശത്രുക്കളുടെ സമൂഹത്താൽ ബന്ധീകൃതം നവീനാർക്ക കിരണം ഇവ. ബന്ധിക്കപ്പെട്ടതായിട്ടുള്ള, ബന്ധനത്തിലാക്കപ്പെട്ടതായിട്ടുള്ള നവീനാർക്കന്റെ ഉദയസൂര്യന്റെ കിരണം പോലെ തോന്നുന്നു. അപ്പൊ ഉദയസൂര്യന്റെ കിരണം പോലെ ഇരിക്കുന്നു ദേവിയുടെ ആ സിന്ദൂര രേഖ. അതിനെ രണ്ട് ഭാഗത്തുനിന്നും തിങ്ങി നിറഞ്ഞതായിട്ടുള്ള തലമുടിക്കെട്ട് നേർത്തതാക്കുന്നു എന്നർത്ഥം. അതിന്റെ ആ ഒരു തിക്നെസ്സിനെ, കബരീഭാരത്തിന്റെ തിക്നെസ്സിനെ സൂചിപ്പിക്കാനും ആണത്. അപ്പൊ ദേവിയുടെ സൗമംഗല്യത്തെ സൂചിപ്പിക്കുന്ന രേഖയാണ് ഇത്. ഭഗവാൻ മഹാദേവൻ തന്നെയാണ് ദേവിയുടെ ഭർത്താവായി, പ്രാണപ്രിയനായി കൂടെയുണ്ട്. അപ്പൊ ആ സൗമംഗല്യ സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി എന്താ പറയുക, ഈ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനവും കൂടിയാണ് ഈ സിന്ദൂര രേഖ. മഹാലക്ഷ്മി 5 സ്ഥലത്ത് സ്വാഭാവികമായി വന്നിരിക്കുന്നു എന്നാ പറയുക. വിളിച്ചു വരുത്തൊന്നും വേണ്ടെന്നാ.
ബാക്കി നമ്മൾ പൂജയ്ക്കൊക്കെ ചെയ്യണമെങ്കിൽ ദേവിയെ വിളക്കിലേക്കോ അല്ലെങ്കിൽ കലശത്തിലേക്കോ അല്ലെങ്കിൽ പീഠത്തിലേക്കോ വിഗ്രഹത്തിലേക്കോ ഒക്കെ നമ്മൾ വിളിച്ച് ആവാഹനം ചെയ്ത് വിളിച്ചു വരുത്തണം ലക്ഷ്മിയെ പൂജിക്കാൻ. എന്നാൽ ദേവി വിളിക്കാതെ വരുന്ന എപ്പോഴും സ്വാഭാവികമായിട്ടിരിക്കുന്നതായിട്ടുള്ള 5 സ്ഥാനങ്ങളാണ്: പശുവിന്റെ പിന്നാമ്രം, പശുവിന്റെ മുതുക് ഭാഗം എന്ന് വെച്ചാൽ പൃഷ്ഠഭാഗം. പശുവിനെ പൂജിക്കുക നമ്മൾ പൃഷ്ഠഭാഗത്താണ്. പശുവിന്റെ മുമ്പിലൊക്കെ നമ്മൾ തിലകമൊക്കെ ചാർത്തിയാലും പൂജ ചെയ്യേണ്ടത് അതിന്റെ വാലിന്റെ തൊട്ട് മുമ്പിലായിട്ട് വലതുവശത്ത് അതിന്റെ ആ ചാപ്പ എല്ലിന്റെ മുകളിലായിട്ട് ആ ചന്തി എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗത്താണ് മഞ്ഞളൊക്കെ തേച്ച് കുങ്കുമൊക്കെ തൊട്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പൂജിക്കുക. ഗോപൂജ ചെയ്യുമ്പോൾ പശുവിനെ തൊട്ടു തലി വയ്ക്കുമ്പോൾ അതിന്റെ പുറകിൽ ഈ ഭാഗത്ത് വേണം നമ്മൾ തൊട്ടു തലി വയ്ക്കാൻ. കാരണം അവിടെ മഹാലക്ഷ്മി നിത്യവാസം ചെയ്യുന്നു എന്നാണ്. അപ്പൊ അവിടെ വിളിക്കേണ്ട ആവശ്യമില്ല, മഹാലക്ഷ്മി എവർ പ്രസന്റ് ആണ്. അതുപോലെ ആനയുടെ മസ്തക കലശങ്ങളിൽ നിത്യം വസിക്കുന്നു. അതുപോലെയാണ് സ്ത്രീകളുടെ ഈ സിന്ദൂര രേഖയിൽ, സുമംഗലികളായിട്ടുള്ള സ്ത്രീകളുടെ സിന്ദൂര രേഖയിൽ മഹാലക്ഷ്മി നിത്യവാസം ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും ആ സിന്ദൂര രേഖ പരിശുദ്ധമാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യണം. മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമാണ്. മഹാലക്ഷ്മിയെ ഓടിച്ചു വിടാൻ പാടില്ല അവിടുന്ന് എന്നർത്ഥം. അതിനാണ് മുഖശ്രീ എന്ന് പറയുന്നതും, അല്ലെ? സ്ത്രീകളുടെ മുഖശ്രീ വർദ്ധിക്കുന്നത് ഈ സിന്ദൂര രേഖ കൂടി ആവുമ്പോഴാണ്. പക്ഷെ ഇന്നത്തെ അമ്മമാർക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. അതുകൊണ്ടൊക്കെ ആ സംസ്കാരമൊക്കെ പോയിക്കൊണ്ടിരിക്കണു. എങ്ങനെയൊക്കെയാ ഇപ്പൊ മുടി വെട്ടുന്നത്, എങ്ങനെയൊക്കെയാ ഹെയർ സ്റ്റൈൽ, എന്തൊക്കെയാ ചെയ്യണത്, ഒന്നും ആർക്കും ഒരു പിടിയില്ല. ഒരു എന്താ പറയുക, ഭാരതത്തിൻ്റെതായിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയുടേതായിട്ടുള്ളൊരു സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു ആ തലമുടിക്ക്. സ്ത്രീകൾക്ക് സുമംഗലികളായാൽ കണ്ടാൽ ആ ഐശ്വര്യത്തോടുകൂടി മുഖശ്രീയോടുകൂടി ഇരിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒക്കെ മാറി. ഇപ്പൊ തലമുടി ആർക്കും മെയിൻറ്റെയിൻ ചെയ്യാനേ വയ്യാതൊക്കെ ക്രോപ്പ് ചെയ്തും മുട്ടയടിച്ചും ബോബ് ചെയ്തും പല രീതിയിലൊക്കെ ആക്കി, പല കളറാക്കി, ഏതൊക്കെയോ രൂപത്തിലാക്കി മുഖശ്രീ നഷ്ടപ്പെട്ടവരായി എന്ന് പറയും. ഇപ്പൊ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാതായി പലരെയും. വാസ്തവത്തിൽ എന്തൊരു സൗന്ദര്യമായിരുന്നു ഇതിന്. അപ്പോൾ ആ മഹാലക്ഷ്മിയുടെ നിത്യവാസസ്ഥാനമായിട്ടാണ് ഈ സിന്ദൂര രേഖയെ പറയുക. ദേവിയെ വിളിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ സിന്ദൂരം തൊടുന്നതോടുകൂടി ദേവി അവിടെ സാന്നിധ്യം ചെയ്യുകയായി എന്നാണ്. അതുപോലെ ബില്വതളത്തിന്റെ പിൻവശത്ത് ആ ഞരമ്പിലാണ് ദേവിയുടെ വാസസ്ഥാനം എന്ന് പറയും. മഹാലക്ഷ്മി നിത്യവാസം ചെയ്യുന്നു എന്ന് പറയും. അങ്ങനെ ഒരു 5 സ്ഥലങ്ങളുണ്ട് ദേവിയുടെ, മഹാലക്ഷ്മിയുടെ നിത്യവാസ സ്ഥാനങ്ങൾ. അപ്പോ അതിലൊന്നാണ് ഈ സുമംഗലികളുടെ സൗമംഗല്യ രേഖ, സിന്ദൂര രേഖ എന്നൊക്കെ പറയുന്ന ആ സരണി, സീമന്ത സരണി. ശരീരത്തിന്റെ ഒരു സീമയാണിത് എന്ന് വെച്ചാൽ ഒരറ്റം. ആ അറ്റത്തെ വേർതിരിച്ചിരിക്കുന്നതായിട്ടുള്ള രേഖയാണ് സീമാന്തം. അത് സീമന്തമായി മാറി. സീമാന്ത രേഖ സീമന്ത രേഖയായി മാറി എന്നർത്ഥം. അപ്പോ 2 ഇരുട്ടുക്കളാകുന്ന ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കേശഭാരമാകുന്ന ഇരുട്ടുക്കളാകുന്ന ശത്രുക്കൾ ആ ഉദയസൂര്യ കിരണങ്ങളോട് മല്ലടിക്കുന്നത് പോലെ തോന്നുന്നു ദേവിയുടെ ആ ശിരസിന്റെ ആ സീമന്ത രേഖ എന്ന്. എത്ര വലിയൊരു സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമാണ് ശങ്കരാചാര്യർ തൻ്റെ കണ്ണടച്ച് ഉള്ളിൽ ധ്യാനിച്ച് ദേവിയെ കാണുന്നത്. അപ്പൊ നമ്മളും അങ്ങനെ കാണാറാവണം. ഒരു ലൈവ്ലി ആയിരിക്കണം നമ്മുടെ ദേവിയുടെ സൗന്ദര്യ ധ്യാനം. അപ്പൊ തീർച്ചയായിട്ടും ആ ദേവിയെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ദേവിയെ നമ്മൾ ആസ്വദിച്ച് ശീലിച്ചു കഴിഞ്ഞാലോ വേറെ ലോകത്തിൽ ഒരു വസ്തുവിലും ആസ്വാദനം നമുക്ക് രസിക്കാനുണ്ടാവില്ല. ഈ സൗന്ദര്യം ആസ്വദിച്ച് ഈ പ്രകൃതിയിലുള്ള ഒന്നിനും നമ്മളെ ആകർഷിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ പ്രയോജനം. അപ്പോ ഒരിക്കൽ കൂടെ ചൊല്ലാം ആ ശ്ലോകം. തനോദുക്ഷേമം നഃ തവ വദന സൗന്ദര്യലഹരി പരിവാഹ സ്രോതസ്സരണിരിവ സീമന്തസരണിഃ വഹന്തി സിന്ദൂരം പ്രബലകബരീ ഭാരതിമിരദ്വിഷാം വൃന്ദൈർ ബന്ധീകൃതമിവ നവീനാർക്കകിരണം. അടുത്ത ശ്ലോകം. അരാളൈ സ്വാഭാവ്യാത് അളികളപസശ്രീഭിരളകൈ
പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽക്കരുചിരേ സുഗന്ധൗ മാദ്യന്തി സ്മരദഹന ചക്ഷുർ മധുലിഹ. ഇപ്പൊ ദേവിയുടെ മുഖത്തെ മൊത്തത്തില് ഒന്ന് ഭാവന ചെയ്യുകയാണ്. അത് മുകളിൽ നിന്ന് തലമുടിയില് അളകങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള ചുരുണ്ട മുടികൾ, കുറുനിരകൾ, അത് താഴേക്ക് ചുരുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് സ്വാഭാവ്യാത് അരാളൈഹി എന്ന് പറഞ്ഞാൽ അരാളൈഹി സ്വാഭാവ്യാത്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും കൃത്രിമ പണിയെടുത്ത് ചുരുട്ടി ഉണ്ടാക്കിയതൊന്നുമല്ല. അതിന് പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലറൊന്നും പോകേണ്ടി വന്നില്ല ദേവിക്ക്. അത് സ്വാഭാവ്യാത് അരാളൈഹി, സ്വാഭാവികമായിട്ട് അരാളങ്ങളാണ്. അരാളം എന്ന് പറഞ്ഞാൽ ചുരുണ്ടത് എന്നർത്ഥം. അപ്പൊ ജാത്യാ തന്നെ ചുരുണ്ടിരിക്കുന്നതും അളികളഭ സശ്രീബിഹി. അളികളഭം എന്ന് പറഞ്ഞാല് അളി എന്ന് പറഞ്ഞാൽ വണ്ടാണ്. അപ്പൊ അളികളഭം എന്ന് പറഞ്ഞാല് ചെറിയ വണ്ടുകള്, കരിവണ്ടുകളുടെ യൗവന പ്രായത്തിലുള്ളതായിട്ടുള്ള വണ്ടുകള്, വയസ്സായി നരച്ച വണ്ടുകളല്ല ഇവിടെ. നല്ല ചെറുവണ്ടിനങ്ങൾക്ക് സശ്രീ, അതിന് സമാനമായിട്ടുള്ള ശ്രീ കാന്തി എന്നർത്ഥം. അപ്പൊ ദേവിയുടെ മുഖത്തെ ഒരു താമരയായിട്ട് കാണുകയാണെങ്കിൽ വദനാരവിന്ദം എന്ന് പറയും. അപ്പൊ ദേവിയുടെ മുഖമാകുന്ന താമരയിലേക്ക് ചില വണ്ടുകൾ വന്നിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചുറ്റിപ്പറക്കുന്നത് പോലെ, വണ്ടുകൾ താമരയുടെ ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ ഈ ഭാഗത്ത് കുറുനിരകൾ കാറ്റത്തിങ്ങനെ പാറി പറക്കുമ്പോ വണ്ടുകളുടെ ശോഭ തോന്നുന്നു അതിന് എന്നാണ്. അതാണ് അളികളഭ സശ്രീബിഹി അളകൈഹി. അളകം ആണ് ഇവിടുത്തെ കുറുനിരകള്. അളകൈഹി പരീതം തേ വക്ത്രം, അളകങ്ങളാൽ ചുറ്റപ്പെട്ടതായിട്ടുള്ള അമ്മയുടെ വക്ത്രം. വക്ത്രം എന്നാൽ മുഖം. ആ അമ്മയുടെ തിരുമുഖം പങ്കേരുഹ രുചിം പരിഹസതി. പങ്കേരുഹത്തിന്റെ രുചിയെ എന്ന് പറഞ്ഞാൽ പങ്കേരുഹം താമര, പങ്കത്തിൽ ആരോഹണം ചെയ്തത്. പങ്കം എന്നാൽ ചെളി, ചെളിയിലുണ്ടായത് പങ്കജം, പങ്കേരുഹം. അപ്പൊ ആ താമരയുടെ രുചിയെ, കാന്തിയെ പരിഹസതി. വാസ്തവത്തിൽ താമരയോടൊന്നും ദേവിയുടെ മുഖത്തെ ഉപമിച്ചുകൂടാ. ദേവിയുടെ മുഖത്തിന് ക്ഷീണമാണത്. താമര പോലെ എന്നൊക്കെ പറയുന്നത് നമുക്ക് വേറൊരു വസ്തു സുന്ദരമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞ 4 ഐറ്റം പറഞ്ഞു. മഹാലക്ഷ്മി നിത്യവാസം ചെയ്യുന്നത് 5ാമത്തത് താമരയാണ്. താമരയിലും ദേവി മഹാലക്ഷ്മി നിത്യവാസം ചെയ്യുന്നു. അപ്പൊ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സ്ത്രീകളുടെ സിന്ദൂരരേഖ, പശുവിന്റെ പുറകുവശം, ആനയുടെ മസ്തകങ്ങള്, വില്ലുതളത്തിന്റെ പിൻവശം, താമര. ഈ 5 സാധനങ്ങൾ മഹാലക്ഷ്മിയുടെ നിത്യവാസസ്ഥാനമാണ്. അപ്പോ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമായിട്ടുള്ള താമരയോട് പോലും ദേവിയുടെ മുഖത്തെ ഉപമിക്കുന്നത് ദേവിക്ക് മോശമാണ്, മുഖത്തിന് മോശമാണ് എന്ന്. അവിടെ പങ്കേരുഹ രുചിം പരിഹസതി, പങ്കേരുഹത്തിന്റെ കാന്തിയെ പരിഹസിക്കുന്നതാണ് ദേവിയുടെ മുഖകാന്തി. അങ്ങനെ ദരസ്മേരേ ദശനരുചി കിഞ്ചൽക്ക രുചിരേ, ദേവിയുടെ മുഖത്തിന്റെ രുചിരം എന്ന് പറഞ്ഞാൽ കാന്തി, ഭംഗി, അതെങ്ങനെയുള്ള ദരസ്മേരേ. ദരസ്മേര എന്ന് പറഞ്ഞാല് സ്മേരം, മന്ദഹാസം. ദരം എന്ന് പറഞ്ഞാൽ അല്പം വിടർന്നത്. അപ്പൊ ചെറിയൊരു മന്ദഹാസം. ആ മന്ദഹാസമുള്ളതും ദശന രുചി കിഞ്ചൽക്ക രുചിരേ. ദശന രുചി, ദശനം എന്നാൽ പല്ല്, ദംശിക്കുന്നത് ദശനം. അതിന്റെ രുചി കാന്തി. ആ കിഞ്ചൽക്കം എന്ന് പറഞ്ഞാൽ കേസരം. അപ്പൊ പല്ലുകളുടെ കാന്തിയാകുന്ന കേസരം. ഒരു താമരയുടെ ഉള്ളില് നടുവിലുള്ള ആ അരിമണി പോലെയുള്ള സ്ഥലത്തിലാണ് കേസരം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ദേവിയുടെ കൊച്ചരി പല്ലുകൾ പോലെയുള്ള സുന്ദരങ്ങളായിട്ടുള്ള പല്ലുകള്, മുല്ലമുട്ട് പോലെയുള്ളതായിട്ടുള്ള പല്ലുകള്, അത് കേസരങ്ങൾ പോലെ ഭംഗിയാർന്നത് എന്നർത്ഥം. ദശനരുചി കിഞ്ചൽക്ക രുചിരേ സുഗന്ധൗ, അത് സുഗന്ധത്തോടു കൂടിയതുമാണ് ദേവിയുടെ വദനം. താമരയ്ക്ക് എങ്ങനെയാണോ നൈസർഗികമായിട്ടുള്ള സുഗന്ധമുള്ളത്, അതിനേക്കാൾ സുഗന്ധമുള്ളതാണ് ദേവിയുടെ മുഖം. അപ്പൊ സുഗന്ധൗ യസ്മിൻ, ആ സുഗന്ധമുള്ളതായിട്ടുള്ള ഏതൊരു ദേവിയുടെ മുഖത്ത് സ്മരദഹന ചക്ഷുർ മധുലിഹ മാദ്യന്തി. സ്മരദഹന ചക്ഷു, സ്മരദഹനൻ ആരാണ്? സ്മരനെ ദഹിപ്പിച്ചവൻ, കാമദേവനെ ദഹിപ്പിച്ചവൻ മഹാദേവൻ, കാമാരി, കാമാന്തകൻ, മന്മദാരി, അല്ലെ? അദ്ദേഹത്തിന്റെ ചക്ഷുർ മധുലിഹ എന്ന് പറഞ്ഞൂടെ. അദ്ദേഹത്തിന്റെ ചക്ഷുസിനെ മധുലിഹായിട്ട് പറഞ്ഞു. മധുലിഹ് എന്ന് പറഞ്ഞാല് മധു നക്കുന്നവൻ, വണ്ട്.
തേൻ നുകരുന്നവനാണ് വണ്ട്, മധുലിഹൻ എന്ന് വണ്ടിന്റെ പേരാണ്. അപ്പൊ ഇവിടെ രണ്ട് കണ്ണുകളെ ഇദ്ദേഹത്തിന്റെ ഭഗവാന്റെ മഹാദേവന്റെ രണ്ട് കണ്ണുകളെ രണ്ട് വണ്ടുകളായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ രണ്ട് വണ്ടുകൾക്കും മതിക്കാനുള്ള സ്ഥലമാണ് ഈ താമര. ഏത് താമര? ദേവിയുടെ മുഖമാകുന്ന താമര. ആ രണ്ട് വണ്ടുകൾക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ, ബാക്കിയുള്ളവരെയൊക്കെ ഓടിച്ചുവിടും. അതുപോലെ തോന്നും ഈ അളകങ്ങള് ഉള്ളിലേക്ക് വരാൻ നോക്കുമ്പോൾ അത് കാറ്റത്ത് പുറത്തേക്ക് പറക്കും, അല്ലെ? അപ്പൊ അതും വണ്ടുകളായിട്ട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇരിക്കാൻ പറ്റുന്നില്ല, അതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഭഗവാന്റെ രണ്ട് കണ്ണുകളാകുന്ന വണ്ടുകൾ ആ ദേവിയുടെ മുഖാരവിന്ദത്തിൽ എന്നും പറ്റിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നോട്ടം എപ്പോഴും ദേവിയുടെ മുഖത്തേക്കാണ്. അത്രയ്ക്കും ആകർഷണീയതയാണ്, അത്രയ്ക്കും സൗന്ദര്യമാണ് ദേവിയുടെ മുഖത്തിന്. എന്നാലോ ഭഗവാൻ ആരാ? കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞവനും. അപ്പൊ കാമദേവനെ ദഹിപ്പിച്ച ഭഗവാന്റെ ഉള്ളിൽ പോലും ആ കാമനയെ ഉണർത്താൻ സാമർഥ്യമുള്ളതാണ് ദേവിയുടെ മുഖത്തിന്റെ സൗന്ദര്യം. അതെപ്പോഴും പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാന്റെ കണ്ണുകൾ ദേവിയുടെ ആ മുഖകമലത്തിൽ എപ്പോഴും മതിക്കുന്നു, ആനന്ദിക്കുന്നു. വണ്ടുകളെ പോലെ, തേൻ കുടിക്കുന്ന വണ്ടുകളെ പോലെ എപ്പോഴും ദേവിയെ ചുറ്റിപ്പറ്റി ദേവിയുടെ മുഖത്ത് തന്നെ ഇരിക്കുന്നു എന്നാണ് താല്പര്യം. അപ്പൊ അതിനെ താമരയോട് ഉപമിച്ച് ചെറുതാക്കി കളയരുത്. താമരയേക്കാൾ മനോഹരമായിട്ടുള്ളതാണ് ദേവിയുടെ മുഖം എന്ന് ദേവിയുടെ മുഖത്തെ വർണ്ണിച്ചതാണ് ഈ ഒരു ശ്ലോകം. ഒന്നുകൂടെ വായിക്കാം, എന്തെങ്കിലും പറയാൻ പറ്റുണ്ടോ നോക്കാം. അരാളൈ സ്വാഭാവ്യാത് അളികളഭസശ്രീ വിരളകൈ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽ കരുചിരേ സുഗന്ധൗ മാദ്യന്തി സ്മരദഹന ചക്ഷുർ മധുലിഹ. ഭഗവാന്റെ കാമാരിയായ ഭഗവാന്റെ കണ്ണുകളാകുന്ന വണ്ടുകൾ എപ്പോഴും മതിക്കുന്നതാണ് ദേവിയുടെ മുഖകമലം. അതിന് നൈസർഗികമായിട്ടുള്ള സൗരഭ്യവുമുണ്ട്, അതിൽ താമരയുടെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. താമരയേക്കാൾ സുന്ദരങ്ങളാണ്, താമരയുടെ കാന്തി അത് പരിഹസിക്കുന്നു എന്നർത്ഥം. ഇനി മുഖത്തെ മൊത്തം പറഞ്ഞു. ഇനി മുകളിലേക്ക് വീണ്ടും പോകുന്നു. എവിടേക്കാണ്? ദേവിയുടെ നെറ്റിത്തളത്തെ വർണ്ണിക്കുകയാണ്. ലലാടം. ലലാടം എന്ന് പറഞ്ഞാല് ലലാടം, ഭാലം എന്നൊക്കെ പറയുന്നത് നെറ്റിയുടെ പര്യായ ശബ്ദങ്ങളാണ്. ലലാടം ലാവണ്യദ്യുതി വിമലമാഭാദിതവയത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യാസന്യാസാദുഭയമപി സംഭൂയ ചമിതഃ സുതാലേപസ്യൂതി പരിണമതിരാകാഹിമകരഃ. ഇപ്പൊ ദേവിയുടെ നെറ്റിത്തടം ഒരു അർദ്ധചന്ദ്രാകൃതി. എങ്ങനെ ഇരിക്കുന്ന അർദ്ധചന്ദ്രാകൃതി? താഴേക്ക് അതിന്റെ കർവായിരിക്കുന്ന അർദ്ധചന്ദ്രാകൃതി. ദേവിയുടെ ശിരസില് ഒരു അർദ്ധചന്ദ്രനുണ്ട്, ചന്ദ്രക്കലയുണ്ട്. അപ്പോൾ അത് മുകളിലേക്ക് തിരിഞ്ഞിട്ടാണ്. ഇത് രണ്ടും രണ്ട് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് അതിനെ മറിച്ചിട്ട് കഴിഞ്ഞാല് മുകളിലിരിക്കുന്ന ചന്ദ്രനെ കമഴ്ത്തുകയും താഴേക്ക് തിരിഞ്ഞിരിക്കുന്ന നെറ്റിയാകുന്ന ചന്ദ്രനെ മുകളിലേക്ക് തിരിക്കുകയും ചെയ്തിട്ട് അതിനെ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചാൽ രണ്ടും കൂടി ചേർന്ന് ഒരു പൂർണ്ണചന്ദ്രനാകും എന്ന് പറഞ്ഞൊരു ഉപമിക്കുകയാണ്. ഒരു മനോഹരമായിട്ടൊരു ഭാവന. അപ്പൊ നെറ്റിത്തടത്തെ ഒരു അർദ്ധചന്ദ്രാകൃതിയായിട്ട് ഉപമിക്കണം. നോക്കാം. ലലാടം ലാവണ്യദ്യുതി വിമലം ആഭാദിതവയത്. തവ ലലാടം, അമ്മയുടെ ലലാടം നെറ്റിത്തടം. ലാവണ്യദ്യുതി വിമലം, ലാവണ്യം സൗന്ദര്യം, അതിന്റെ ദ്യുതി പ്രകാശം, കാന്തി, അത് വിമലം. അപ്പോ ചന്ദ്രനും പ്രകാശമുണ്ട്, ചന്ദ്രിക, നിലാവ്, അല്ലെ? അതുപോലെ ദേവിയുടെ നെറ്റിത്തടമാകുന്ന ചന്ദ്രികയിലും ദ്യുതി വിമലമാണത്, പ്രകാശം കൊണ്ട് നിർമ്മലമായിരിക്കുന്ന ആഭാതി, യത് ശോഭിക്കുന്നതായിട്ടുള്ള അതൊന്നുണ്ടോ അത് തത് മകുടഘടിതം ദ്വിതീയം ചന്ദ്രശകലം മന്യേ. ഐ സസ്പെക്ട് എന്നാണ്. അഹം മന്യേ, ഐ ഡൗട്ട്. എന്താ ചിന്തിക്കണം ഞാന്? ദ്വിതീയം മകുടഘടിതം ചന്ദ്രശകലം ഇതി മന്യേ. രണ്ടാമത്തൊരു ചന്ദ്രശകലമാണോ കിരീടത്തിൽ പിടിപ്പിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്.
അപ്പൊ ഒരു ചന്ദ്രനെ ചന്ദ്രശകലത്തെ തിരിച്ച് മുകളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതൊരു ചന്ദ്രശകലത്തെ താഴേക്കും പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. ദ്വിതീയം ചന്ദ്രശകലം മകുടഘടിതം അന്യേ. ഇനി പറയുന്നു ഉഭയം അഭി വിപര്യാസന്യാസാത്. ഉഭയം രണ്ടിനെയും വിപര്യാസന്യാസം, വിപര്യാസം എന്ന് പറഞ്ഞാൽ വിപരീതമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ന്യസിച്ചാൽ, തിരിച്ചു വെച്ചാൽ, അതിനെ ഒരു കപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ചാല് മിതഹ സംഭൂയ, മിതഹ അന്യോന്യം സംഭൂയ ചേർന്നിട്ട് സുധാലേപസ്യൂതി രാഗാഹിമകരഃ പരിണമതി, രാഗാഹിമകരനായി പരിണമിക്കുന്നു. രാഗാഹിമകരൻ എന്ന് പറഞ്ഞാൽ പൗർണമി ചന്ദ്രന്റെ പേരാണ്. രാഗ എന്നത് പൗർണമി തിഥിക്ക് പേരാണ്. രാഗാ ശശി, രാഗേന്ദു എന്നൊക്കെ പറഞ്ഞാൽ പൗർണമിയിലെ ചന്ദ്രൻ എന്നർത്ഥം. തലേ ദിവസത്തെ ചതുർദശിക്ക് സിനിവാലി എന്ന് പേരുണ്ട്, പൗർണമിക്ക് രാഗ എന്ന് പേരുണ്ട്. അപ്പൊ രാഗാ ശശി രാഗേന്ദു എന്നൊക്കെ പറഞ്ഞാല് പൂർണിമ പൗർണമി ചന്ദ്രൻ എന്നർത്ഥം. രാഗ ഹിമകരഹ, ഹിമകരൻ എന്നാൽ ചന്ദ്രന്റെ പര്യായമാണ്. ശീതകിരണൻ, നല്ല തണുത്ത കരങ്ങളോട് കൂടിയവൻ. സൂര്യന്റെ നല്ല ചൂടുള്ള കരങ്ങളാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ രശ്മികൾ ഹിമകരങ്ങളാണ്. അപ്പൊ രാഗാഹിമകരഹ പരിണമതി, രാഗാഹിമകരനായി പൗർണമി ചന്ദ്രനായി പരിണമിക്കുന്നു. സുധാലേപസ്യൂതിഹി, അമൃതരസത്തെ ഒഴുകുന്നതായിട്ടുള്ള രാഗാഹിമകരനായി ഭവിക്കുന്നു എന്നൊരർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുധാലേപസ്യൂതിഹി, ഈ രണ്ട് ചന്ദ്രന്മാരെയും തമ്മിൽ എങ്ങനെയാ ഒട്ടിക്കുക? പശ വേണ്ടേ? അവിടുത്തെ പശ സുധയാകുന്ന ലേപം, അമൃതമാകുന്ന പശ. ലേപം എന്ന് പറഞ്ഞാൽ ഒട്ടിക്കാനുള്ള പശ എന്നും അർത്ഥമുണ്ട്. അപ്പൊ സ്യൂതി എന്ന് പറഞ്ഞാലോ, സ്യൂതം എന്ന് പറഞ്ഞാൽ തുന്നുക എന്നുള്ള ക്രിയക്ക് പേരുണ്ട്. തുന്നിക്കൂട്ടുക, അതെന്നാണ് SEW സ്യൂ എന്നുള്ളതായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കും ഉണ്ടായിട്ടുള്ളത്. സ്യൂയിങ് എന്നുള്ള ക്രിയ ഇംഗ്ലീഷിലുണ്ടായത് ഈ സ്യൂതി എന്നുള്ളതായിട്ടുള്ള സംസ്കൃത ധാതുവിൽ നിന്ന് തന്നെയാണ്, ക്രിയയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ സുധാലേപ സ്യൂതിഹി എന്ന് പറഞ്ഞാല് അമൃതമാകുന്ന പശ കൊണ്ട് തമ്മിൽ തുന്നിച്ചേർത്ത് ഒട്ടിച്ചു വെച്ച്. അപ്പൊ ഈ രണ്ട് ചന്ദ്രന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമിഴ്ത്തി ഒട്ടിക്കുമ്പോ എന്ത് വേണം? എന്തെങ്കിലും ഒട്ടണ്ടേ തമ്മിൽ ഒട്ടിക്കാൻ. അപ്പൊ അതിന് അമൃതം തന്നെ അവയെ തമ്മിൽ ഒട്ടിച്ചോടും. അങ്ങനെ ഒട്ടിച്ചു കഴിയുമ്പോൾ അത് രാഗാഹിമകരനായി പൗർണമി ചന്ദ്രനായി പരിണമിക്കുന്നു എന്ന്. അപ്പൊ ദേവിയുടെ ആ ലലാടത്തെ താഴേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ശകലമായിട്ട് ഉപമിച്ച് മുകളിലേക്കിരിക്കുന്ന ചന്ദ്രകലയും ചേർത്ത് രണ്ടിനെയും ചേർത്ത് അമൃതം കൊണ്ട് ഒട്ടിച്ചാൽ ഒരു പൂർണ്ണചന്ദ്രനായി തീരുന്ന എനിക്ക് തോന്നുന്നു എന്ന് ശങ്കരാചാര്യര് വളരെ മനോഹരമായിട്ട് ഭാവന ചെയ്യണം. അപ്പൊ നമ്മളും ആ ഒരു ദേവിയുടെ നെറ്റിയെ ഇങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അതിന്റെ ആ കാന്തി ചന്ദ്രന്റെ കാന്തിയേക്കാൾ മനോഹരമായിട്ടുള്ള കാന്തിയായിട്ട് ഭാവന ചെയ്യണം എന്നർത്ഥം. ആ ഒരു ലൈവ്ലി ആയിരിക്കുന്ന ധ്യാനമാണിത്. ഒന്നുകൂടെ നോക്കാം. ലലാടം ലാവണ്യദ്യുതി വിമലമാബാദിതവയത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യാസന്യാസാത് ഉഭയമഭി സംഭൂയ ചമിദഃ സുധാലേപസ്യൂതിഃ പരിണമതി രാഗാഹിമകരഃ. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഭാവനകളാണ് ശങ്കരാചാര്യർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത്. ഇനി ദേവിയുടെ പുരികക്കൊടിയെ, രണ്ട് പുരികങ്ങളെ വർണ്ണിക്കുകയാണ്. ബ്രൂ എന്നാ പറയുക സംസ്കൃതത്തില്, ബ്രൂ. ഇപ്പൊ രണ്ടും ചേർന്നാലോ ബ്രുവൗ എന്ന് പറയും. ബ്രുവൗ ദ്വിവചനമായി. ബ്രുവൗ എന്ന് പറഞ്ഞാൽ ടു, ഇതിനെന്താ പറയാ, ഐലിഡ്സ് അല്ല. ഐലിഡ്സ് എന്ന് പറയുന്നത് ഈ കണ്ണിൽ തന്നെ ചേർന്നിരിക്കുന്ന മിഴികളെയാണ്. ഇത് ബ്രൂ എന്ന് പറയുന്നത് ഐബ്രോ അല്ലേ, ആ ഐബ്രോകളെയുമായിട്ടാണ് ഉപമിക്കുന്നത്. അപ്പൊ എന്താ, അതിനെ രണ്ടും കൂടി ചേർത്തൊരു വില്ലാക്കിയിട്ട് കാമദേവന്റെ കയ്യിലിരിക്കുന്ന വില്ലായിട്ടാണ് ഉപമിക്കുന്നത്. അപ്പൊ അതിൽ ഞാണ് വേണ്ടേ? ഒരു വില്ലിന്റെ വലിയ ദണ്ടിനെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ടുള്ള ഞാണാണ് ദേവിയുടെ രണ്ട് നീണ്ടു കിടന്ന കണ്ണുകൾ. ആ കണ്ണുകൾ രണ്ടും കൂടി ഞാണാവുന്നു, രണ്ട് വണ്ടുകൾ പോലെ. കാമദേവന്റെ
വില്ല് അതിൽ ഞാൻ കെട്ടിയിരിക്കുന്നത് വണ്ടുകളെ കൊണ്ടാണ്. അപ്പോ ഇവിടുത്തെ ദേവിയുടെ 2 കണ്ണുകളാകുന്ന വണ്ടുകള് ആ ഞാണും, ദേവിയുടെ പുരിക കൊടികൾ ആ വില്ലിന്റെ മെറ്റൽ പോർഷന് പകരമുള്ളതായിട്ടുള്ള ഭാഗവും. എന്നിട്ട് അതിന്റെ നടുവില് സ്പേസ് കാണും അല്ലെ, ഒരു വില്ലങ്ങനെ മുറിയാൻ പാടും. അപ്പൊ എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്നാണെങ്കിൽ അവിടെ കാമദേവന്റെ കൈ മറഞ്ഞിരിക്കുകയാണ്, മുഷ്ടി പിടിച്ചിരിക്കുകയാണ് മൂപ്പര്. അപ്പൊ കാമദേവന്റെ മുഷ്ടി കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു വില്ലിനോട് ഭൂമിക്കുകയാണ് ദേവിയുടെ 2 പുരികങ്ങളെ. എന്ത് മനോഹരമായിട്ടുള്ള ഭാവന നോക്കൂ, അതിന് എത്ര നന്നായിട്ടാ വർണ്ണിച്ചിരിക്കണം നോക്കാം. ബ്രുവൗ ഭുഗ്നേ കിഞ്ചിത് ഭുവന ഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം രതിപതേഃ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരമുമേ. അപ്പൊ ധനുർമന്യേ എന്ന് പറയുന്നുണ്ട്, വില്ലാണെന്ന് ഞാൻ കരുതുന്നു എന്ന്. ആരുടെ വില്ല? രതിപതേഹേ എന്നും പറയുന്നുണ്ട്. രതിപതി എന്ന് പറഞ്ഞാൽ കാമദേവൻ. അപ്പൊ രതിപതേഹേ കാമദേവസ്യ എന്നർത്ഥം. കാമദേവസ്യ രതി ധനുഹു മന്യേ, കാമദേവന്റെ വില്ലാണെന്ന് ഞാൻ കരുതുന്നു. ഏതിനെ? ബ്രുവൗ ഭുഗ്നേ കിഞ്ചിത്, ആദ്യത്തെ പദങ്ങളാണ്. അപ്പോ കിഞ്ചിത് ഭുഗ്നേ ബ്രുവൗ എന്നാണ് അവിടെ തിരിച്ചിടുന്നത്. കിഞ്ചിത് അല്പം, ഭുഗ്നം എന്ന് പറഞ്ഞാല് വളഞ്ഞത്, വക്രമായത് എന്നൊക്കെ അർത്ഥം. ബ്രുവൗ എന്ന് പറഞ്ഞാൽ 2 പുരികങ്ങൾ, 2 ബ്രൂക്കൾ. അപ്പൊ അല്പം വളഞ്ഞിരിക്കുന്നതായിട്ടുള്ള അമ്മയുടെ ആ പുരികങ്ങൾ ദേവിയെ സംബോധന ചെയ്യണം ഭുവനഭയഭംഗ വ്യസനിനി എന്ന്. ദേവി ആരാണ്? ഭുവനഭയഭംഗ വ്യസനിനിയാണ്. ദേവിക്ക് വ്യസനം ഉണ്ട്. എന്തിനെ കുറിച്ചാ വ്യസനം? ഭംഗിക്കാനുള്ള വ്യസനമാണ്. എന്തിനെ ഭംഗിക്കാൻ? ഭുവനഭയത്തെ. ഭുവനഭയം എന്ന് പറഞ്ഞാൽ ലോകത്തിനുള്ള ഭയം. ലോകം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ സംസാരികളായിരിക്കുന്ന ആളുകൾക്കുള്ള ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ഭയം, അതിനെയൊക്കെ ഭഞ്ജിക്കാൻ, നശിപ്പിക്കാൻ, ഇല്ലാതെയാക്കാനുള്ള വ്യസനമുള്ളവളാണ് ജഗന്മാത അല്ലെ. മക്കൾക്ക് കഷ്ടപ്പാടുകൾ വന്നാൽ ഒരമ്മയ്ക്ക് തലവേദനയല്ലേ അത്? ഏതമ്മയാ മക്കൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സുഖമായിട്ടിരിക്കുക? അപ്പൊ ഈ ലോകമാകുന്ന മക്കള്, ഭുവനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ അവരുടെ ഭയത്തെ ഭഞ്ജിക്കുവാനുള്ള വ്യസനം. വ്യസനം എന്ന് പറഞ്ഞാല് ഇവിടെ വിഷമം എന്നൊരർത്ഥത്തിൽ എടുക്കാം. വ്യസനം എന്നുള്ളത് അതിൽ തന്നെ മുഴുകുക എന്നൊരർത്ഥമുണ്ട്. വ്യസനം എന്നുള്ളതിന് അഡിക്ഷൻ എന്നൊരർത്ഥമുണ്ട്. ഇപ്പൊ ചുതുകളി, മദ്യപാനം, ഇതൊക്കെ വ്യസനങ്ങളാണ്. വിനോദം എന്നൊക്കെ പറഞ്ഞാൽ രാജാക്കന്മാരുടെ വ്യസനങ്ങളാണ് എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ വീക്ക്നെസ്സുകളാണ് എന്ന് പറയും. നമുക്ക് വേണ്ടത് വിദ്യാവ്യസനമാണ്. വിദ്യാവ്യസനം എന്ന് പറഞ്ഞാലോ വിദ്യ സമ്പാദിക്കുവാനുള്ളതായിട്ടുള്ള ആ ഒരു വീക്ക്നെസ്സാ വേണ്ടത് നമുക്ക്. അതിലായിരിക്കണം നമ്മുടെ കമ്മിറ്റ്മെന്റ്. അതിനുവേണ്ടി നമ്മൾ ദാഹിക്കുന്നവരായിരിക്കണം. ഒരു വിദ്യാർത്ഥി എപ്പോഴും വിദ്യയിൽ വ്യസനമുള്ളവനായിരിക്കണം. നമുക്കിന്ന് വ്യസനം വേറെ പല പരിപാടികൾക്കുവാ, ഒന്നും പറയണ്ട. അപ്പൊ ദേവിയുടെ വ്യസനം ഏത് വിഷയത്തിലാണ്? ഈ ഭുവനത്തിലെ ഭയം മുഴുവൻ ഭഞ്ജിക്കാനുള്ള വ്യസനം. അപ്പൊ തലപുകഞ്ഞ് ആലോചിക്കുകയാണ് എന്നർത്ഥം ദേവി. എങ്ങനെയാണ് ഇപ്പൊ ഈ നമ്മുടെ മക്കളുടെ ദുഃഖങ്ങളെ, ദുരിതങ്ങളെയൊക്കെ എന്നേക്കുമായിട്ടൊന്ന് ഇല്ലാതെയാക്കുക എന്ന് ആലോചിക്കുമ്പോ ദേവിയുടെ പുരികങ്ങളൊന്ന് വളഞ്ഞു പോകും. നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ തല ഇങ്ങനെ പുരികം വളയുന്നത് കാണില്ല. നമ്മൾ ആരെങ്കിലും നോക്കി അറിയാം, അവരുടെ പുരികങ്ങളൊക്കെ ഇങ്ങനെ വളയ്ക്കുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആളെന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണെന്ന്. അപ്പൊ ദേവിയെ നോക്കിയിട്ട് മുഖത്ത് നോക്കി ശങ്കരാചാര്യർ വിളിക്കണം, ഭുവന ഭയ ഭംഗ വ്യസനിനി. അമ്മേ, എന്താ ഞങ്ങളെയൊക്കെ കുറിച്ച് ആലോചിച്ച് അമ്മ തല പുകയ്ക്കുകയാണോ? ഞങ്ങളുടെ കാര്യത്തെ ആലോചിച്ച് ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വ്യസനിക്കുകയാണോ? അമ്മയുടെ ആ പുരികക്കൊടി കണ്ടാ തോന്നുന്നു അല്പം വളഞ്ഞതായിട്ടുള്ള ആ പുരികക്കൊടി. എന്നിട്ട് അതിന് എന്ത് പറയണു? ത്വദീയേ നേത്രാഭ്യാം മധുകര രുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ. അപ്പൊ വില്ലാണെന്ന് കരുതുന്നു പറഞ്ഞപ്പോ ആ വില്ലിൽ ഗുണം വേണ്ടേ? ഗുണം എന്നാൽ കയറ് എന്നൊരർത്ഥമാണ്. ഗുണശബ്ദത്തിന് കയറ് എന്നും അർത്ഥമുണ്ട്. അപ്പൊ ധൃതഗുണം, കയറിനെ ധരിച്ചിട്ടുണ്ട്. ഏതാണ്? നേത്രാഭ്യാം മധുകര രുചിഭ്യാം, 2 നേത്രങ്ങളാകുന്ന
വണ്ടുകളെ പോലെ ഉള്ളത് അർത്ഥം. മധുകരൻ വണ്ടാണ്, രുചി കാന്തി. അപ്പൊ വണ്ടിനെ പോലെയുള്ളതായിട്ട് രണ്ട് ത്വതീയേ നേത്രാഭ്യാം, അമ്മയുടേതായിട്ടുള്ള രണ്ട് കണ്ണുകളെ കൊണ്ട് ഞാണായി, ഇവിടെ കയറ എന്ന് പറഞ്ഞാൽ ഞാണാണ്, ആ വില്ലിലെ ഞാണായി തീർന്നിരിക്കുന്നതായിട്ടുള്ള ധനുർമന്യേ. അപ്പൊ അമ്മയുടെ രണ്ട് കണ്ണുകൾ നീണ്ട് ഞാൻ വലിച്ചു കെട്ടിയ പോലെയുണ്ട്. അത് മന്മഥന്റെ ഞാണെന്ന് പറഞ്ഞാൽ വണ്ടുകളെ കൂട്ടിക്കെട്ടിയതാണ്. വണ്ടുകൾ ചേർന്ന് ഇരിക്കുന്നതാണ് ഞാണെന്ന് നമ്മൾ മുമ്പിലത്തെ 4-ാമത്തെ മറ്റേ ശ്ലോകത്തിലും കണ്ടു. അങ്ങനെ ധനുർമന്യേ രതിപതേഹ, ഏത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്? കരഗൃഹീതം എന്ന് പറയുന്നത് സവ്യേതര കരഗൃഹീതം. സവ്യേതര കരം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സവ്യം എന്ന് സാധാരണ ഇടത് എന്ന് പ്രയോഗിക്കാറുണ്ട്. സവ്യേതരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയി സവ്യസ്യ ഇതരം സവ്യേതരം, വലത് എന്ന് അർത്ഥം വരും. പക്ഷെ ഇവിടെ സവ്യത്തിന് ഇടത് എന്ന് തന്നെ അർത്ഥം എടുക്കണം. കാരണം ഇനിയും വരുന്ന 2 ശ്ലോകം കഴിഞ്ഞാലും ദേവിയുടെ വലത്തെ കണ്ണിന് സവ്യം എന്ന് പറയുന്നുണ്ട്, മറ്റത് വാമം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വാമവും സവ്യവും അടുത്തടുത്ത് പ്രയോഗിച്ചാൽ സവ്യത്തിന് വലത് എന്നാണ് അർത്ഥം, വാമത്തിനാണ് ഇടത്. ഇനി ദക്ഷിണം സവ്യം എന്ന് രണ്ടും അടുത്തടുത്ത് പ്രയോഗിച്ചാലോ സവ്യത്തിന് ഇടത്ത് എന്നായി അർത്ഥം. ദക്ഷിണം എപ്പോഴും വലത് തന്നെയാണ്. ദക്ഷിണം സവ്യം എന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ ദക്ഷിണം വലതും സവ്യം ഇടതും. വാമം സവ്യം എന്ന് രണ്ടും പ്രയോഗിക്കുകയാണെങ്കിൽ വാമം ഇടതും സവ്യം വലതും എന്ന് അർത്ഥമുണ്ട്. അപ്പൊ സവ്യത്തിന് വലത് എന്നും അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഇടത്ത് കൈ കൊണ്ടാണ് സാധാരണ വില്ല് പിടിക്കുക. അപ്പൊ സവ്യേതരം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ശങ്കരാചാര്യർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇടത്ത് കൈ തന്നെയാണ്. നമ്മൾ അതിനെ വലത്ത് കൈ ആക്കി മാറ്റേണ്ട ആവശ്യമില്ല. കാരണം വലത്ത് കൈ കൊണ്ട് വില്ല് പിടിക്കുന്നത് അർജുനൻ പിടിക്കാറുണ്ട്. സവ്യസാചി എന്ന അർജുനന് പേരെടുത്ത്. എന്താ കാരണം? വലത്ത് കൈയിൽ വില്ല് പിടിച്ചിട്ട് ഇടത്ത് കൈ കൊണ്ട് അസ്ത്രം പ്രയോഗിക്കുന്നവൻ. രണ്ടും സാധിക്കും, രണ്ടിലും ഒരുപോലെ പ്രയോഗിക്കുന്ന ആളാണ് അർജുനൻ. അതുകൊണ്ടാണ് അർജുനന് സവ്യസാചി എന്ന പേര്. അദ്ദേഹത്തിന് വലത്ത് കൈയിൽ ഇരിക്കുന്ന വില്ലിനെ ഇടത്ത് കൈയിലേക്ക് മാറ്റാൻ സമയമെടുക്കേണ്ട അമ്പ് പ്രയോഗിക്കാൻ. അത്രയും പോലും സമയം പാഴാക്കാനില്ല. വലത്ത് കൈയിലാണോ വില്ല്, എന്നാ പിന്നെ അവിടെ നിന്ന് തന്നെ തൊടുക്കാം. അതാണ് അർജുനന്റെ കഴിവ്. ലൈറ്റ്നിങ് സ്പീഡിലാണ് അർജുനൻ അമ്പുകൾ തൊടുക്കുക. അപ്പൊ അത് കൈ മാറ്റം ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഇനി ഇടത് കൈയോ വലത് കൈയോ ഏതെങ്കിലും ഒന്ന് വലത് കൈ ഇങ്ങനെ എടുത്തെടുത്ത് അതിന് വിശ്രമം വേണം തോന്നിയാൽ ഇടത്ത് കൈ കൊണ്ട് അമ്പുകൾ എടുത്ത് തൊടുക്കാം അദ്ദേഹത്തിന്. അങ്ങനെ സവ്യസാചി എന്ന പേര്. അപ്പൊ അവിടെ സവ്യം എന്നത് അവിടെ ഇടത് കൈ കൊണ്ടും അസ്ത്രം പ്രയോഗിക്കുന്നവൻ അർത്ഥം വരണമെങ്കിലും വലത് കൈയിൽ വില്ല് പിടിച്ചവനും അർത്ഥമുണ്ട് അവിടെ. അപ്പൊ സവ്യ ശബ്ദത്തിന് ശ്രേഷ്ഠം എന്നും അർത്ഥം. സവ്യേതരം എന്ന് പറഞ്ഞാലോ ശ്രേഷ്ഠമല്ലാത്തത് എന്നും ഒരർത്ഥമുണ്ട്. അങ്ങനെയാണ് ഇടത് എന്നർത്ഥം വരുന്നത്. അപ്പൊ സവ്യേതരത്തിന് ഇവിടെ ഇടത് എന്നർത്ഥം. സവ്യേതര കരഗൃഹീതം, ഇടത്തു കയ്യിൽ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വില്ലാണെന്ന് കരുതുന്നു. ഇനി അതിന്റെ നിഗൂഢാന്തരം എന്ന് പറഞ്ഞാൽ വില്ലിൻ ഈ ഭ്രൂമധ്യത്തിൽ കുറച്ചു ഭാഗം കാണാനില്ലല്ലോ, ചേർന്നിരിക്കുന്നില്ലല്ലോ വില്ല്. അപ്പൊ വില്ല് മുറിഞ്ഞതാണോ എന്ന് ശങ്കിക്കൊന്നും വേണ്ട, നിങ്ങൾ മുറിഞ്ഞിട്ടൊന്നുമില്ല. ഇനി പുരികക്കൊടികൾ കൂട്ടിമുട്ടാൻ പാടില്ല വാസ്തവത്തില്. അത് സാമുദ്രിക ലക്ഷണപ്രകാരം സ്ത്രീകൾക്ക് നല്ലതല്ല എന്ന് പറയും. എന്ന് വെച്ചാൽ കൂട്ടുപുരികം കുടുംബം കലക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കൂട്ടുപുരികം കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്നതാണ് ഒരു ചൊല്ലാണത്. ഞാൻ അതിന്റെ പുറകെയൊന്നും പോണില്ല. നമ്മുടെ നാട്ടു നടപ്പ് പറയുന്നതാണ്. ഒരു സാമുദ്രിക ലക്ഷണം, അതിന് ശരീരശാസ്ത്രം ആണത്. അപ്പൊ കൂട്ടുപുരികം സൗന്ദര്യ ലക്ഷണമല്ല, അതിന് മധ്യത്തില് ബ്രേക്ക് വേണം. വാസ്തവത്തില് അതുണ്ട്. കണ്ണിന്റെ ഇടയിലും ബ്രേക്ക് ഉണ്ട്, മൂക്കിന്റെ നാസാദണ്ഡത്തിന്റെ. അപ്പൊ അതെന്തുകൊണ്ട് ഇവിടെ ബ്രേക്ക് വന്നു? വില്ല് ഒടിഞ്ഞതാണോ എന്ന് ശങ്കിക്കേണ്ട. വില്ല് മറഞ്ഞിരിക്കുകയാണ്. സ്ഥഗയതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥഗയതി എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് മറയ്ക്കുന്നു? പ്രകോഷ്ഠേ മുഷ്ടൗ സ്ഥഗയതി. ആ പ്രകോഷ്ഠം എന്ന് പറഞ്ഞാൽ മണിക്കണ്ഠം, റിസ്റ്റ് എന്നർത്ഥമാണ്. ആ പ്രകോഷ്ഠേ മുഷ്ടൗച, ആ പ്രകോഷ്ഠം മുഷ്ടി, ആ മണിക്കണ്ഠവും മുഷ്ടിയും കൊണ്ട്. അപ്പോ പ്രകോഷ്ഠം ഇവിടെ മറച്ചിരിക്കുന്നു, മുഷ്ടി ഭാഗം ഇവിടെ മറച്ചിരിക്കുന്നു. അല്ല, മുഷ്ടി ഇതും പ്രകോഷ്ഠം ഇതും, ഇത് രണ്ടും കൂടി ചേർത്ത് മറച്ചിരിക്കുന്നു. ആ വില്ല് പിടിച്ചിരിക്കുന്നതാണ്. അപ്പൊ വില്ലിന്റെ ആ കൈമറകളെ ചേർത്ത് ഒരു വില്ലായിട്ട്, ഒന്നിച്ചൊരു വില്ലായിട്ട് കണക്കാക്കണം. അല്ലെങ്കിൽ 2 വില്ല് എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷെ ഇവിടെ ഒറ്റ വില്ല. അതിമനോഹരമായിട്ടുള്ള ഭാവന.
ബ്രുവൗ ഭുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗവ്യസനിനീ ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം രതിപതേ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരമുമേ. അടുത്ത ശ്ലോകം നാളെ തുടരാം. ഇന്നിപ്പോൾ സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് വിടവാങ്ങുന്നു. നാളെ രാവിലെ 8 മണിക്ക് പാരായണം, 10:30 സൗന്ദര്യലഹരി തുടരും. ഹരി ഓം.